നമസ്കാരം. തൃശൂർ വിഷൻ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തളിക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രംവിളക്ക് മഹോത്സവം ഫെബ്രുവരി 4, 5, 6 തീയതികളിൽ ആഘോഷിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിലൂടെ അധികൃതർ അറിയിച്ചു. താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ തിരുനാൾ ആഘോഷിച്ചു. കോരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിലെ ചോതിനക്ഷത്രം ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. പതിനാറാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തിരശ്ശീല വീണു. വാർത്തകൾ വിശദമായി. തളിക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രംവിളക്ക് മഹോത്സവം ഫെബ്രുവരി 4, 5, 6 തീയതികളിൽ ആഘോഷിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിലൂടെ അധികൃതർ അറിയിച്ചു. ഫെബ്രുവരി 4 ഉത്സവ തലേന്ന് വൈകിട്ട് 7 മണി മുതൽ ദീപാരാധന, രാത്രി 8 മുതൽ വിശേഷാൽ പൂജകൾ. ഉത്സവ ദിവസമായ ഫെബ്രുവരി 5 ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പഴങ്ങാപ്പറമ്പിൽ കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പുലർച്ചെ 3 മണിക്ക് നിർമ്മാല്യ ദർശനം, 3:30 വാകച്ചാർത്ത്, 3:40 മുതൽ ഗണപതി ഹവനം, നവകം, വിശേഷ പൂജകൾ, 6:30 ഉഷപൂജ, 8 കലശാഭിഷേകം തുടങ്ങിയവ നടക്കും. തുടർന്ന് രാവിലെ 9 മണിക്ക് നടക്കുന്ന ശീവേലി എഴുന്നള്ളിപ്പിൽ ഗജരാജൻ ഊട്ടോളി മഹാദേവൻ ശാസ്താവിന്റെ തിടമ്പേറ്റും. ചെമ്പൂക്കാവ് വിജയകണ്ണനും എഴുത്തുപുരക്കൽ വിജയപ്രസാദും കൂട്ടാനകളാകും. ഉച്ചയ്ക്ക് 11 മുതൽ 3 മണി വരെ 5000-ഓളം ഭക്തജനങ്ങൾക്ക് അന്നദാനം. ഉച്ചയ്ക്ക് 11 മുതൽ 2:40 വരെ 9 കാവടി ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും. ഉച്ചതിരിഞ്ഞ് 3:15 ഗജവീരന്മാരോട് കൂടിയ എഴുന്നള്ളിപ്പിൽ മച്ചാട് രാജനൻ ടീമിന്റെ പഞ്ചവാദ്യം, മേളപ്രമാണം ഉദയൻ കണ്ണമ്പ്ര നയിക്കുന്ന ചെണ്ടമേളം. വൈകിട്ട് 7:15 വർണ്ണമഴ, 7:30 സ്പെഷ്യൽ നാദസ്വര കച്ചേരി. രാത്രി 9 പഞ്ചമന്ദളകേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, കേളി. 9:30 KPR മോഹനൻ ആശാൻ തളിക്കുളം ആൻഡ് ടീം അവതരിപ്പിക്കുന്ന ശാസ്താംപാട്ട്. രാത്രി 10:30 തളിക്കുളം ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിലേക്ക് മാലയ്ക്ക് പോകൽ. 11:40 മുതൽ 12:40 വരെ ഭസ്മക്കാവടി. രാത്രി 12 മണി മുതൽ 2 മണി വരെ വിവിധ കാവടി ആഘോഷ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ. പുലർച്ചെ 3:30 നടപ്പുര പഞ്ചവാദ്യത്തോടു കൂടിയ ആന എഴുന്നള്ളിപ്പ് തുടങ്ങിയ ആഘോഷ പരിപാടികൾ നടക്കുമെന്ന് തൃപ്പയാൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ ജനറൽ കൺവീനർ സുഗിൽദാസ് TR, ചെയർമാൻ ജനാർദ്ദനൻ TR, ഭാരവാഹികളായ മദനൻ TR, സുധാകരൻ TV, മേൽശാന്തി TR ഷൈജു തുടങ്ങിയവർ അറിയിച്ചു. വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് തളിക്കുളത്തെ. ഏറ്റവും കൂടുതൽ ആളുകൾ സമകാലീനമായിട്ട് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവമായിട്ട് തളിക്കുളത്തെ ഈ ക്ഷേത്ര മഹോത്സവം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല തളിക്കുളത്തിൻ്റെ വിവിധങ്ങളായ ദേശങ്ങളിൽ നിന്ന് വരുന്ന 9ഓളം സെറ്റ് കാവടി ഘോഷയാത്രകൾ, അതിലുൾപ്പെടുന്ന ഒരു ശൂലം വരവ് കമ്മിറ്റി ഒക്കെ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഈ കാവടി ഘോഷയാത്രകൾ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് 2 നേരങ്ങളിലായിട്ട് വരുന്നത്. അതിനോടൊപ്പം തന്നെ ഒട്ടനവധി ആളുകൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ കാവടി ഘോഷയാത്രകളിൽ പങ്കെടുത്തുകൊണ്ട് വരികയും ക്ഷേത്രത്തിൽ സമാപിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഉത്സവം ഇത്ര ശ്രദ്ധേയമായിട്ടുള്ളത്. താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ തിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ പോൾ മുട്ടത്ത് മുഖ്യ കാർമ്മികനായി. ഫാദർ നോർബർട്ട് വാഹന സന്ദേശം നൽകി. ഇടവക വികാരി ഫാദർ ടെഡ്സ് കുന്നപ്പള്ളി സഹകാർമ്മികനായി. വൈകുന്നേരം 4:30 കുർബാനയും പ്രദക്ഷിണവും തുടർന്ന് കൊച്ചിൻ കലാഭവൻ ബാൻഡ് വാദ്യവും ഉണ്ടായിരുന്നു. തിരുനാൾ കൺവീനർ പ്രതീഷ് ജോസ്, കൈക്കാരന്മാരായ സിജോ CJ, ഫെബി തോട്ടുങ്ങൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
കോരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിലെ ചോതിനക്ഷത്രം ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. കൈതവളപ്പൻ വഞ്ചിവക കൊടിക്കൂറ സമർപ്പണ ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിലെത്തി ദേവിക്ക് കൊടിക്കൂറ സമർപ്പണം നടത്തിയ ശേഷം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുകുമാരൻ തന്ത്രി കൊടിയേറ്റ് നിർവഹിച്ചു. ഇന്ന് വൈകിട്ട് 7-ന് തിരുവാതിരക്കളി, ചൊവ്വ രാത്രി 7-ന് ഭക്തിഗാനമഞ്ജരി, 4-ന് വൈകിട്ട് 6:30-ന് വിവിധ കലാപരിപാടികൾ, 5-ന് വൈകിട്ട് 6:30-ന് ഗാനമേള, ഉത്സവ ദിവസമായ 8-ന് രാവിലെ 8 മണിക്ക് ശീവേലി, വൈകിട്ട് 3:30-ന് പകൽപൂരം, 6:30-ന് ദീപാരാധന, തുടർന്ന് വെടിക്കെട്ട്, വർണ്ണമഴ, 9:30-ന് ആറാട്ട്, തിരിച്ചെഴുന്നള്ളത്ത് തുടങ്ങിയാണ് പ്രധാന പരിപാടികൾ. പതിനാറാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തിരശ്ശീല വീണു. സാംസ്കാരിക നഗരിയായ തൃശൂരിന്റെ മണ്ണിൽ ഈ നിശബ്ദതയിലെ ശബ്ദങ്ങൾ എന്ന പ്രമേയത്തെ ആസ്പദമാക്കി കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച 16-ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തിരശ്ശീല വീണു. ജനുവരി 25 മുതൽ ഫെബ്രുവരി 1 വരെ 8 ദിവസം നീണ്ടുനിന്ന നാടകോത്സവത്തിൽ 8 വിദേശ നാടകങ്ങളും 14 ദേശീയ നാടകങ്ങളും അടക്കം 22 നാടകങ്ങളുടെ 47 അവതരണങ്ങളാണ് നടന്നത്. ഞായറാഴ്ച വൈകിട്ട് അക്കാദമി അംഗത്തിൽ നടന്ന സമാപന സമ്മേളനം ഫെസ്റ്റിവൽ ക്യൂറേറ്റർ അനാമിക അക്സർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ മുഖ്യാതിഥിയായിരുന്നു. അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പാവതി PR ചടങ്ങിൽ സംസാരിച്ചു. അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി സ്വാഗതവും ഫെസ്റ്റിവൽ ഡയറക്ടർ ജലീൽ ടി കുന്നത്ത് നന്ദിയും പറഞ്ഞു. അടുത്ത വർഷത്തെ നാടകോത്സവത്തിന്റെ തീയതിയും ചടങ്ങിൽ സെക്രട്ടറി പ്രഖ്യാപിച്ചു. സമാപന ദിവസത്തെ അവസാന നാടകമായി ബ്രസീലിൽ നിന്നുള്ള എ സ്കീം ഇൻഡി ഡാർ അക്കാദമിയുടെ ആക്ടർ മുരളി തിയേറ്ററിൽ അരങ്ങേറി. ജീവിച്ചിരിക്കുന്ന വോട്ടർമാരെ നീക്കം ചെയ്യാൻ കളരേഖകൾ ഉണ്ടാക്കി അപേക്ഷ നൽകിയ BJP നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുക്കണമെന്ന് UDF. ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട 200-ലധികം വോട്ടർമാരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഫോം എഴുത്തുപ്രകാരം BJP നേതാക്കൾ അപേക്ഷ കൊടുത്തിരുന്നത്. മരണം, താമസിക്കുന്ന സ്ഥലത്ത് വോട്ടുണ്ടായിട്ടും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുക അങ്ങനെ ഉള്ളവരെ നീക്കം ചെയ്യാനാണ് ഫോം 7 ഉപയോഗിക്കുന്നത്. UDF നേതാക്കൾ സമയോചിതമായി ഇടപെട്ടതിനാൽ മാത്രമാണ് കള്ളരേഖകൾ ചമച്ച് വോട്ടർമാരെ നീക്കം ചെയ്യാനുള്ള BJP നീക്കം പാളിപ്പോയത്. കള്ള അപേക്ഷ കൊടുത്ത BJP നേതാക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് UDF തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റി തളിക്കുളം വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. UDF പഞ്ചായത്ത് ചെയർമാൻ PM അബ്ദുൾ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സുനിൽ ലാലു, PA ഷൗക്കത്ത് അലി, KS റഹ്മത്തുള്ള, PS സുൽഫിക്കർ, രമേശ് ഐനിക്കാട്ടുപറമ്പിൽ, VK നാസർ, ഗഫൂർ തളിക്കുളം, നാസർ പോക്കാക്കിലത്ത്, PM സിറാജ്, നീതു പ്രേംലാൽ, സഹിത സിറാജ്, നാസിദ റഷീദ് എന്നിവർ പ്രസംഗിച്ചു. 50, 60, 70 വോട്ടുകൾ വരെ വെട്ടാൻ കൊടുക്കുന്ന ആ സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഒരെത്തും പിടിയുമില്ലാതെ, ഒരു രൂപവുമില്ലാതെ RSSകാർ ജീവിച്ചിരിക്കുന്ന ആളുകളെ, അതുപോലെ തന്നെ ഇവിടെ സ്ഥിരതാമസമായ ആളുകളെ, അതല്ലെങ്കിൽ ഇവിടേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ആളുകളെ, അതല്ലെങ്കിൽ ഇവിടെ മറ്റു മാർഗങ്ങളിൽ വർഷങ്ങളായി താമസിക്കുന്ന ആളുകളെ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ഘടന നോക്കി, മതം നോക്കി, അതല്ലെങ്കിൽ പേര് നോക്കി വോട്ട് നീക്കം ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. അതിന് കൂട്ടുപിടിക്കാനാണ്, അതിന് കുടപിടിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന വില്ലേജ് ഓഫീസർ മുതൽ ഡെപ്യൂട്ടി കളക്ടർ മുതൽ അങ്ങനെ തുടങ്ങിയ ഏറ്റവും താഴെത്തട്ടിലെ BLO വരെ ശ്രമിക്കുന്നതെങ്കിൽ ഈ വില്ലേജ് ഓഫീസറോടും BLOമാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ സർക്കാർ സർവീസിൽ സുഖിച്ചിരിക്കുമെന്ന് ആരും കരുതേണ്ടതില്ല എന്ന് ഈ സന്ദർഭം സൂചിപ്പിക്കുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തളിക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രംവിളക്ക് മഹോത്സവം ഫെബ്രുവരി 4, 5, 6 തീയതികളിൽ ആഘോഷിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിലൂടെ അധികൃതർ അറിയിച്ചു. താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ തിരുനാൾ ആഘോഷിച്ചു. കോരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിലെ ചോതിനക്ഷത്രം ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി.
16ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തിരശ്ശീല വീണു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.